ഹലോ ഗൈസ്. അപ്പം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്തും കംഫർട്ട് സോണും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സാധനമാണ്, ഗ്രോത്ത് വേണ്ടിക്കൽ നമ്മൾ കംഫർട്ട് സോൺ വിടാം. കംഫർട്ട് സോൺ മതിയെങ്കിൽ നമുക്ക് ഗ്രോത്ത് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. കുറച്ചൊന്നുമല്ല, നമുക്ക് ഒരു എത്തിപ്പിടിക്കാൻ പറ്റുന്നതിൻ്റെ 50% മാത്രമേ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റൂ കംഫർട്ട് സോൺ നോക്കി പോയി കഴിഞ്ഞാൽ. അത് പിന്നെ കംഫർട്ട് സോൺ നോക്കി പോയി കഴിഞ്ഞാൽ ഗ്രോത്ത് അല്ല, അവിടെ നോർമലായിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവും. നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അവിടെ കംഫർട്ട് സോൺ ഉണ്ടാവില്ല. നമ്മൾ ഹാപ്പി ആയിരിക്കും. കംഫർട്ട് സോൺ ഇല്ലാന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സ്ട്രെസ്സ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. നമ്മളതിൽ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ തുടങ്ങും. അതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയാൻ അവകാശമില്ലാത്തൊരു ഫേസിൽ നിന്നുകൊണ്ട് പറയാം. പണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു വാശിയുണ്ടായിരുന്നു, ഗ്രോത്ത് 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 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയുണ്ടായിരുന്നു. ആ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുവാ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ സാധനം സിമ്പിൾ അതിനേക്കാൾ കടുപ്പാവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. ഭയങ്കര പ്രതീക്ഷയായിരിക്കും ഞാൻ ഏതോ ഒരു നല്ലതിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള. നമുക്ക് ആ ഒരു സ്ട്രെസ്, ഒരു കംഫർട്ട് സോൺ അല്ലാതെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഭയങ്കര ആത്മവിശ്വാസം, കോൺഫിഡൻസ് ആയിരിക്കും നമ്മളെ ലൈഫ് ബെറ്റർ ആവുന്നുള്ള ഏറ്റവും ഷുവറായിട്ടുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ എങ്കിൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്തോ കുറച്ചും വീക്ക് ആവുന്ന പോലെ തോന്നുന്നു. എന്തുവാ കംഫർട്ട് സോൺ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു തുടങ്ങുന്ന ഒരു തോന്നൽ. ആ കംഫർട്ട് സോൺ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്ന സമയത്ത് ഞാൻ ഗ്രോത്തിനെ കാണുന്നത് കുറച്ച് കുറഞ്ഞ് കംഫർട്ട് സോണിലേക്ക് ഞാൻ എന്തുണ്ടെങ്കിലും അതിൽ കംഫർട്ട് ആവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഗ്രോത്തിനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നില്ല. അത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ഇതല്ല വേണ്ടത്. ഇത് ഇപ്പോഴത്തെ ഒരു മൈൻഡിൻ്റെ ഒരു ഇതാണെന്നറിയാം. അത് ഓക്കെ ആവുകയും ചെയ്യും. ഞാനത് മനസ്സിലാക്കിയാണെന്ന് ഇപ്പം സംസാരിക്കുന്നത്. ഞാൻ ഗ്രോത്തിന് വേണ്ടി തന്നെ ഇതാക്കും. കംഫർട്ട് സോണിൻ്റെ സുഖമൊക്കെ ജസ്റ്റ് ഈ ഒരു മൊമെൻറ്റിൽ മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംഫർട്ട് സോണാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നിടക്ക് നമ്മളെ സ്റ്റെപ്പാണ് അടുത്ത ഗ്രോത്തിലേക്കുള്ളൊരു സ്റ്റെപ്പായിട്ട് കണക്കാക്കുന്നത്. അപ്പം അത്രയും നിന്ന് എന്താ കംഫർട്ട് സോൺ അല്ല, നമ്മൾ ഗ്രോത്ത് ആവണ്ട. ഗ്രോത്തിൽ ഹാപ്പിനെസ് ഉണ്ട്. ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെയൊക്കെ നമ്മൾ ഫിനാൻഷ്യലി അല്ലാണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ, കരിയർ എല്ലാത്തിലും ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് വാല്യൂ ഉണ്ടാവും. വാല്യൂ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ റെസ്പെക്റ്റ് ഉണ്ടാവും. ഈവൻ സെൽഫ് റെസ്പെക്റ്റ് പോലും നമ്മളെപ്പോഴാണ് നമ്മൾ അടങ്ങിക്കൂടിയിരിക്കുമ്പോഴല്ല നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് കിട്ടുന്നത്. മറ്റുള്ളവർ നമ്മൾ വേദനിപ്പിക്കുന്ന സമയത്തല്ല, നമ്മൾ കോൺഫിഡൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് കിട്ടുന്നത്. അത് ഗ്രോത്ത് ഉണ്ടാകുമ്പോഴേ കിട്ടും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗ്രോത്ത് നോക്കിയിട്ട് തന്നെ ആൾക്കാർ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ സ്വന്തമായിട്ടും കൂടി നമ്മൾ സ്വന്തമായിട്ടത് സെൽഫ് റെസ്പെക്റ്റിന് ആദ്യം മുതലേ വിട്ട് കളയാണ്ട് ഈ കംഫർട്ട് സോൺ പിടിക്കാണ്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രോത്ത് വെച്ച് നമ്മളെ ഹാപ്പിനെസ് ആണല്ലോ, അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക.